ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഇഡ്ലിയുടെ റെസിപ്പിയാണ്. റാഗി കൊണ്ടുള്ള ഇഡ്ലി. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പൂ പോലുള്ള ഇഡ്ലിയാണ്. എല്ലാവർക്കും ഇഷ്ടമാകും. നല്ല പഞ്ഞി പോലുള്ളൊരു റാഗി ഇഡ്ലി. അപ്പോൾ നമുക്കിതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. അപ്പോൾ നമ്മുടെ ഇഡ്ഡലി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം നമുക്ക് റാഗി കുതിർക്കാൻ വേണ്ടി വയ്ക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1.5 കപ്പ് റാഗിയാണ് എടുത്തേക്കണത്. ഏതളവിലുള്ള കപ്പായാലും കുഴപ്പമില്ല, പക്ഷെ നമ്മൾ റാഗി എടുത്ത കപ്പിൽ തന്നെ വേണം ബാക്കി എല്ലാ ഇൻഗ്രീഡിയൻസും എടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ 1.5 കപ്പ് റാഗി ചേർത്ത് കൊടുത്തു. ഇനി ഇതിലേക്ക് നമുക്കൊരു 1/4 കപ്പ് ഇഡ്ലി റൈസ് ചേർത്ത് കൊടുക്കാം. ഇഡ്ഡലി ഉണ്ടാക്കുന്ന അരി. ഇതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ പച്ചരി വേണമെങ്കിലും യൂസ് ചെയ്യാം. ഞാനിവിടെ ഇഡ്ലി റൈസാണ് എടുക്കുന്നത്, 1/4 കപ്പ്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1/2 കപ്പ് ഉഴുന്നാണ്. ഇനി അവസാനമായിട്ട് നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ ഉലുവയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കൊരു 5-6 പ്രാവശ്യം നന്നായിട്ട് കഴുകിയെടുക്കണം. ഈ റാഗിയിൽ നല്ല അഴുക്കുണ്ടാകും, അത് കാരണം ഒരു 5-6 പ്രാവശ്യം കഴുകിയെടുക്കുക. വെള്ളം നന്നായിട്ട് തെളിയുന്നവരെ കഴുകിയെടുക്കണം. അപ്പോൾ ഞാനിതൊന്ന് കഴുകിയെടുത്തിട്ട് വരാം. ഇപ്പോൾ ഇതാ നമ്മുടെ റാഗി നന്നായിട്ട് കഴുകിയെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. വെള്ളമൊക്കെ നന്നായിട്ട് തെളിയണവരെ കഴുകിയെടുത്തു. ഇനി ഇത് നമുക്ക് മുങ്ങിക്കിടക്കണം അത്രയും വെള്ളം ഒഴിച്ച് കൊടുക്കാം. എന്നിട്ടിത് നന്നായിട്ടൊന്ന് കുതിർന്ന് വരണം. 5 അല്ലെങ്കിൽ 6 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വയ്ക്കുക. നന്നായിട്ട് കുതിർന്നതിന് ശേഷം നമുക്കിത് അരച്ചെടുക്കണം. അപ്പോൾ ഇതിവിടെ ഇരുന്ന് കുതിരട്ടെ. അടച്ചു വെച്ച് കൊടുക്കുവാണേ. അപ്പോൾ ഇതിവിടെ ഇരുന്ന് നന്നായിട്ട് കുതിരട്ടെ. അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ അതാ നമ്മുടെ റാഗി വെള്ളത്തിലിട്ട് വെച്ചിട്ടൊരു 5 മണിക്കൂർ കഴിഞ്ഞു. 6 മണിക്കൂർ വെച്ചില്ലെങ്കിലും കുഴപ്പമില്ല, 5 മണിക്കൂറായാലും മതി. നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് ഒരു 1/2 കപ്പ് അവലെടുക്കാം. ഈ അവൽ നമുക്കൊരു 10 മിനിറ്റ് കുതിർക്കാൻ വേണ്ടി വെക്കണം. നമ്മൾ റാഗിയുടെ കൂടെ ഇത് ഇടാത്തത് നമ്മുടെ അവൽ പെട്ടെന്ന് കുതിർന്ന് കിട്ടും. ഒരു 10 മിനിറ്റ് വെള്ളത്തിലിട്ടാൽ മതി. അത് കാരണമാണ് ഇതിൻ്റെ കൂടെ ചേർക്കാത്തത്. ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു 10 മിനിറ്റ് കുതിർക്കാൻ വേണ്ടി വയ്ക്കാം. ഞാനിവിടെ ബ്രൗൺ കളർ അവലാണ് എടുത്തേക്കുന്നത്. വെള്ള കളറായാലും കുഴപ്പമൊന്നുമില്ല. അവൽ കുതിരാൻ വേണ്ടിയ വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. അഴുക്കുള്ള അവൽ വല്ലതും ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് കഴുകിയിട്ട് വേണം കുതിർക്കാൻ വയ്ക്കാൻ. ഇതൊരു 10 മിനിറ്റ് ഇങ്ങനെ ഇരിക്കട്ടെ. അപ്പോൾ അതാ നോക്കിയാൽ നമ്മുടെ അവൽ നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. ഇതിവിടെ നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി ഇതിൻ്റെ വെള്ളം ഒന്ന് ഊറ്റിക്കളയാം. ഇനി നമുക്കിത് അരച്ചെടുക്കണം. ഞാനിപ്പോൾ ഇവിടെ ഇതൊരു 2 ബാച്ചായിട്ടാണ് അരച്ചെടുക്കുന്നത്. ഒരു മിക്സി ബൗൾ എടുക്കാം. നമുക്ക് ആദ്യം ഇതിലേക്കൊരു പകുതി റാഗി ചേർത്ത് കൊടുക്കാം. ചെറിയ മിക്സി ബൗളാണെങ്കിൽ ഒരു 3 ബാച്ചായിട്ട് അരച്ചെടുക്കുക. ഇത് കുറച്ച് വലുതായ കാരണം ഞാൻ 2 ബാച്ചായിട്ടാണ് അരച്ചെടുക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇപ്പോൾ അത് ഒരു 1/4 കപ്പോളം വെള്ളം ഒഴിച്ചിട്ടുണ്ട്. നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. എത്രത്തോളം നന്നായിട്ട് ഫൈനായിട്ട് അരയ്ക്കാമോ അത്രത്തോളം നന്നായിട്ട് ഫൈനായിട്ട് അരയ്ക്കുക. വെള്ളം കുറവാണെന്ന് തോന്നുവാണെങ്കിൽ കുറച്ചുകൂടി വെള്ളം എക്സ്ട്രാ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം. ഇതാ നമ്മുടെ ആദ്യത്തെ ബാച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടോ, നല്ല ഫൈനായിട്ട് അരഞ്ഞിട്ടുണ്ട്. തരികളൊന്നുമില്ലാതെ നല്ല സ്മൂത്തായിട്ടുള്ള ബാറ്റർ കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി അടുത്ത ബാച്ചും ഇതേപോലെ തന്നെ അരച്ചെടുക്കുക. കൂടത്തിൽ നമ്മൾ കുതിർത്ത് വെച്ച അവലും കൂടെ ചേർത്ത് കൊടുക്കണം. റാഗി ഫുള്ളായിട്ട് ഇട്ട് കൊടുത്തു. ഇനി ഇതിലേക്ക് നമ്മൾ കുതിർത്ത് വെച്ചില്ല അവൽ, അതും കൂടെ ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. ഇതിലേക്കും ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം. 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. വെള്ളം കുറവാണെങ്കിൽ അരയ്ക്കുന്നതിൻ്റെ ഇടയ്ക്ക് കുറച്ചുകൂടി വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഞാനിത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം. ഇതാ നമ്മുടെ രണ്ടാമത്തെ ബാച്ച് ഇവിടെ റെഡിയാണ്. ഇത് നമുക്ക് നമ്മുടെ പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ അതാ നമ്മുടെ മാവ് ഫുള്ളായിട്ട് പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുത്തു. ഞാനിവിടെ കുറച്ച് വലിയ പാത്രമാണ് എടുത്തേക്കണത്, പൊങ്ങി താഴെ കളയാതിരിക്കാൻ വേണ്ടിയിട്ട്. നിങ്ങൾ എടുക്കുമ്പോഴും കുറച്ച് വലിയ പാത്രം എടുക്കാൻ ശ്രദ്ധിക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് കൈ വെച്ച് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. കൈ വെച്ച് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇങ്ങനെ മിക്സ് ചെയ്യുമ്പോഴാണ് നന്നായിട്ട് പുളിച്ച് പൊങ്ങണത്. നന്നായിട്ട് പുളിച്ച് പൊങ്ങുമ്പോൾ തന്നെ നമുക്ക് നല്ല സോഫ്റ്റായിട്ടുള്ള നല്ല പഞ്ഞി പോലുള്ള ഇഡ്ഡലി കിട്ടണത്. അപ്പം ഞാൻ മാവ് അരയ്ക്കുന്നത് വൈകുന്നേരമാണ്. ഇനി ഞാനിത് ഓവർനൈറ്റ് വയ്ക്കും. എന്നിട്ട് രാവിലെയാണ് ഇഡ്ഡലി ഉണ്ടാക്കുന്നത്. അപ്പം നമ്മൾ താമസിക്കുന്ന സ്ഥലത്തെ ക്ലൈമറ്റിനനുസരിച്ച് പുളിക്കുന്ന സമയത്തിൽ വ്യത്യാസം വരും. ഇപ്പം നല്ല ചൂട് സമയമല്ലേ, അത് കാരണം പെട്ടെന്ന് പുളിച്ച് പൊങ്ങും. തണുപ്പുള്ള സ്ഥലങ്ങളിലാണെങ്കിൽ
പുളിച്ച് പോകാൻ കുറച്ച് താമസമായിരിക്കും. നന്നായിട്ട് പുളിച്ചതിന് ശേഷം മാത്രമേ ഇഡ്ഡലി ഉണ്ടാക്കാവുള്ളൂ. ഇപ്പം ഇതാ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തു. ഇനി നമുക്കിത് അടച്ചു വെച്ച് കൊടുക്കാം. അപ്പോൾ ഇത് ഓവർനൈറ്റ് ഇരിക്കട്ടെ. നമുക്ക് നാളെ രാവിലെ നല്ല സോഫ്റ്റായിട്ടുള്ള ഇഡ്ഡലി ഉണ്ടാക്കിയെടുക്കാം. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഇതാ പിറ്റേ ദിവസം ആയിട്ടുണ്ട്. നമ്മുടെ മാവൊക്കെ നന്നായിട്ട് പുളിച്ചിട്ടുണ്ടാകും. തുറന്ന് നോക്കാം. ഇത് നന്നായിട്ട് പുളിച്ച് പൊങ്ങിയിട്ടുണ്ട്. ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ നന്നായിട്ട് പുളിച്ച് പൊങ്ങിയാൽ തന്നെ നമ്മുടെ ഇഡ്ഡലിയും അതേപോലെ തന്നെ സോഫ്റ്റായിട്ട് വരുള്ളൂ. ഇപ്പോൾ ഉപ്പൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. കുറവാണെങ്കിൽ ചേർത്ത് കൊടുക്കാം. അതേപോലെ തന്നെ വെള്ളം കൂടുതൽ ആവശ്യമുണ്ടെങ്കിൽ വെള്ളവും കുറച്ച് ഒഴിച്ച് കൊടുക്കാം. ഞാൻ 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ മാവിൻ്റെ കൺസിസ്റ്റൻസി നോക്കിയിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ. ദോശമാവിനെ കഴിഞ്ഞ് തിക്കായിരിക്കണം. ഇനി നമുക്ക് ഇഡ്ഡലി ഉണ്ടാക്കിയെടുക്കാം. ഇഡ്ഡലി തട്ടിൽ കുറച്ച് എണ്ണ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം, ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടി. നമ്മൾ സാധാരണ അരി കൊണ്ടുള്ള ഇഡ്ഡലി ഉണ്ടാക്കുന്ന പോലെ തന്നെ. ഞാൻ ഇഡ്ഡലി പാത്രത്തിൽ വെള്ളം ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. തിളയ്ക്കാറായിട്ടുണ്ട്. നമുക്ക് നമ്മുടെ തട്ട് അതിലേക്ക് വെച്ച് കൊടുക്കാം. വെള്ളം നന്നായിട്ട് തിളച്ചിട്ട് ആവി വന്നിട്ട് മാത്രം മാവ് ഒഴിച്ച് കൊടുക്കുക. അങ്ങനെയാകുമ്പോൾ ഇഡ്ഡലി നന്നായിട്ട് പൊങ്ങി വരും. നമുക്ക് തട്ടിലേക്ക് ഓരോരോ തവി മാവ് ഒഴിച്ച് കൊടുക്കാം. ഇനി ഇഡ്ഡലി പാത്രം അടച്ചു വെച്ച് കൊടുക്കാം. ഒരു 10 മിനിറ്റ് അടച്ചു വെച്ച് കൊടുക്കുക. 10 മിനിറ്റ് ആകുമ്പോഴേക്കും നമ്മുടെ ഇഡ്ഡലി റെഡി ആയിട്ടുണ്ടാവും. ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് വെച്ചേക്കണത്. അപ്പോൾ ഒരു 10 മിനിറ്റ് ആകട്ടെ, അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അതാ ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം. ഇതാ നമ്മുടെ ഇഡ്ഡലി സൂപ്പറായിട്ട് റെഡി ആയിട്ടുണ്ട്. നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. വെന്തോന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നന്നായിട്ട് വെന്തിട്ട് ഇപ്പോൾ 2 മിനിറ്റോളം ആയിട്ടുണ്ട്. നമുക്കിത് പാത്രത്തിൽ നിന്ന് എടുക്കാം. ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് കൊടുത്താൽ മതി. സ്പൂണിൻ്റെ ബാക്ക് സൈഡ് വെച്ച് ജസ്റ്റ് ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ തൽക്കാലം 5 എണ്ണം മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ. ബാക്കി മാവ് നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. എന്നിട്ട് ആവശ്യമുള്ളപ്പോൾ ഉണ്ടാക്കിയെടുത്താൽ മതി. ഇത് നമ്മൾ സാധാരണ ഇഡ്ഡലിയും ദോശയൊക്കെ തിന്നുന്ന പോലെ ഏതെങ്കിലും ചട്നിയോ അതോ അല്ലെങ്കിൽ സാമ്പാറോ വെച്ച് സെർവ് ചെയ്യാം. ഞാനിവിടെ വൈറ്റ് ചട്നിയും സാമ്പാറുമാണ് ഉണ്ടാക്കിയേക്കണത്. അപ്പോൾ അതാ ഇത്രയേ ഉള്ളൂ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല പഞ്ഞി പോലുള്ള റാഗി ഇഡ്ഡലി. അരി കൊണ്ടുള്ള ഇഡ്ഡലിയേക്കാൾ ഒത്തിരി ഹെൽത്തിയാണ് നമ്മുടെ റാഗി കൊണ്ടുള്ള ഇഡ്ഡലി. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഒരിക്കലും ഫെയിൽ ആകില്ല. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊന്നും അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതേപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി പുതിയ റെസിപ്പി ആയിട്ട് വരുന്നവരേക്കും താങ്ക് യു സോ മച്ച്. ബൈ.